ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 6 കോർപ്പറേഷനുകളിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ UDF ഭരണമുറപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ LDFിൽ നിന്നും NDA പിടിച്ചെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് LDFിന് മുന്നിലെത്താനായത്. തെരഞ്ഞെടുപ്പ് നടന്ന 86 നഗരസഭകളിൽ 54 ഇടത്താണ് UDFിന് മുന്നേറാനായത്. LDF 28 ഇടത്തും NDA 2 നഗരസഭകളിലും മുന്നിലെത്തി. ജില്ലാ പഞ്ചായത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ LDFിനൊപ്പം നിന്നപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകളിൽ UDF മുന്നേറ്റമുണ്ടാക്കി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 ഇടത്ത് UDFും 63 ബ്ലോക്കുകളിൽ LDFുമാണ് മുന്നിലെത്തിയത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505 ഇടത്തും UDFിനാണ് മുന്നേറ്റം. LDF 340 ഇടത്തും NDA 26 ഗ്രാമപഞ്ചായത്തുകളിലും മുന്നിലെത്തി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാർട്ടിയുടെ മുന്നേറ്റം കേരളീയ രാഷ്ട്രീയത്തിലെ നിർണായക നിമിഷമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിലെ കഠിനാധ്വാനത്തിന് പാർട്ടി പ്രവർത്തകരോടും നന്ദി പറഞ്ഞു. UDFിൽ വിശ്വാസം അർപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങൾക്ക് അഭിവാദ്യമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. UDFിൽ വിശ്വാസം അർപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നതായി പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ജനങ്ങളുടെ പോരാട്ടങ്ങൾ മനസ്സിലാക്കുന്ന സർക്കാരിനായുള്ള പ്രതീക്ഷയാണ് പ്രതിഫലിക്കുന്നതെന്നും ശ്രീമതി പ്രിയങ്ക പറഞ്ഞു. പ്രതിപക്ഷം മുന്നോട്ടുവച്ച വിഷയങ്ങൾ ജനങ്ങൾ ഗൌരവമായി കണ്ട് ചർച്ച ചെയ്തതാണ് UDFിന്റെ വിജയത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDA മുന്നേറ്റം ആവർത്തിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ അപ്രതീക്ഷിത തിരിച്ചടി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. 25 വർഷമായി LDFിന്റെ അധികാരത്തിലായിരുന്ന കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായത് UDFിന് വലിയ നേട്ടമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായ നാൾ മുതൽ 1/4 നൂറ്റാണ്ട് LDFിന്റെ ഭരണത്തിലായിരുന്നു. 56 ഡിവിഷനുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDF പിടിച്ചെടുത്തത് 27 ഡിവിഷനുകൾ. LDFിന് നേടാനായത് 16 സീറ്റുകൾ മാത്രം. UDFിന്റെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസ് താമരക്കുളം വാർഡിൽ നിന്നും വിജയിച്ചു. സിറ്റിംഗ് മേയറും CPI നേതാവുമായ ഹണി ബെഞ്ചമിനെ കൊല്ലം കോർപ്പറേഷൻ വടക്കുംഭാഗം ഡിവിഷനിൽ കോൺഗ്രസിന്റെ കുരുവിള ജോസഫ് 355 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. UDFിന്റെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ജയലക്ഷ്മിയുടെ വിജയം ഇടത് സ്ഥാനാർത്ഥിയെ 482 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞ 6 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP ഇത്തവണ 12 സീറ്റുകൾ നേടി. കണ്ണൂർ പാനൂരിനടുത്ത് തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടെ UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കല്ലേറിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് എത്തി സ്ഥിതി നിയന്ത്രിച്ചു. കൊല്ലം കടയ്ക്കലിലും വ്യാപക ആക്രമണമുണ്ടായി. BJP സ്ഥാനാർത്ഥിയുടെ വീട് കത്തിക്കുകയും BJP മെമ്പറെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പൊതുനിരത്തുകളിലും ജംഗ്ഷനുകളിലും ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിൽ ലൌഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല. പടക്കം, വെടിക്കെട്ട് മുതലായവ നിയമാനുസൃതമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും നിർദ്ദേശമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഈ മാസം 21 മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. പഞ്ചായത്തുകളിലും നഗരസഭകളിലും ആദ്യ അംഗത്തെ അതത് വരണാധികാരികളാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. കോർപ്പറേഷനുകളിൽ ജില്ലാ കളക്ടർമാർ ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,77,30,042 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.57%. ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപക സംഗമം ബംഗാരം ദ്വീപിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തുടനീളമുള്ള പ്രമുഖ നിക്ഷേപകരും സംരംഭകരും പങ്കെടുത്ത യോഗത്തിൽ ട്യൂണ മത്സ്യബന്ധനം, കടൽപ്പായൽ കൃഷി, ആഴക്കടൽ മത്സ്യബന്ധനം, അലങ്കാര മത്സ്യബന്ധനം എന്നിവ ചർച്ചയായി. വന്ദേ ഭാരത് ട്രെയിനുകളിൽ പ്രാദേശിക ഭക്ഷണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.